പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 21 വരെ വാക്യങ്ങൾ. ഈശോ വിവിധ സ്ഥലങ്ങളിലേക്കായി പ്രസംഗിക്കാനായി അയച്ച 72 പേർ തിരിച്ചു വന്ന് ഈശോയുടെ അടുത്ത് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. തിരുവചനം ഇങ്ങനെ പറയുന്നു: 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഈശോയുടെ നിർദ്ദേശമനുസരിച്ച് യാത്ര തിരിക്കുന്നവർക്ക്, ജീവിക്കുന്നവർക്ക്, ഈശോയെ രക്ഷകനായി കർത്താവായി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായ സൗഭാഗ്യങ്ങളെ നമ്മളിവിടെ എണ്ണി എണ്ണി കാണുകയാണ്. ഒന്ന്, അവർക്ക് സന്തോഷമുണ്ട്. അവർ സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറയുന്നു അവരുടെ അനുഭവങ്ങൾ. നമുക്ക് ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന, അത് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത ജീവിതമെന്നല്ല, അതിനിടയിലും ഉള്ളിലൊരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അവരോട് ഈശോ പറയുന്നു, പിശാച് ആകാശത്ത് നിന്ന് ഇടിമിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. ഇതാ, എല്ലാത്തരം തിന്മകളുടെയും മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. തിന്മകളെ കാൽക്കീഴിലാക്കാൻ, തിന്മകളെ അകറ്റി നിർത്താനുള്ള വലിയ കഴിവ്, അനുഗ്രഹം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവം എപ്പോഴും നൽകും. ഏറ്റവും പ്രധാനമായി ഈശോ പറയുന്ന കാര്യം, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്വർഗഭാഗ്യത്തിന്, സ്വർഗീയ ജീവിതത്തിന് അർഹരായിരിക്കുന്നു, അവിടെ കയറാൻ യോഗ്യതയുള്ളവരായിരിക്കുന്നുവെന്ന് നിങ്ങളുടെ പേരുകൾ നിങ്ങൾ ഇപ്പോഴേ ബുക്ക് ചെയ്യുന്നു. സ്വർഗത്തിലേക്ക് ഒരു വിശുദ്ധമായ ജീവിതത്തിനായി നമ്മളെ ഒരുക്കുന്ന കാര്യം നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ ഒരുക്കങ്ങളാണ്. ആ ഒരുങ്ങേണ്ടത്, ആ ഒരുക്കം നടത്തേണ്ടത് ഈശോയുടെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുമാണ്. ഈശോ അയച്ച 12 പേര് ഈശോ ചെയ്ത ജോലി സന്തോഷത്തോടെ പൂർത്തിയാക്കി തിരിച്ചു വന്നപ്പോൾ അവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അത്ഭുതകരമായ അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. കർത്താവായി ഈശോയെ സ്വീകരിച്ചവർ ആ അതിശയ നാമം എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കണമെന്നുകൂടി ഈശോ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അവർ പറയുന്നത്, കർത്താവെ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഈശോയുടെ നാമം ഏറ്റവും ശക്തമായ, ഏറ്റവും അതിശയകരമായ, അത്ഭുതകരമായ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള നാമമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും വലിയ എന്നാൽ ഏറ്റവും ചെറിയ സുഹൃത ജപമാണ് ഈശോ എന്ന തിരുനാമം ആവർത്തിക്കുന്നത്. ഏറ്റവും വലിയ ചെറിയ സുഹൃത ജപമാണ് ഈശോ എന്ന തിരുനാമം ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പേര് പറയുന്നത് തന്നെ എല്ലാ പ്രാർത്ഥനകളുടെയും പൂർത്തീകരണമാണ്. ആ പേര് ആവർത്തിക്കുന്നത് തന്നെ നമുക്ക് ചുണ്ടുകൊണ്ട് ചെയ്യാവുന്ന, നാവുകൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും മഹത്തരമായ കാര്യമാണ്. അതിനേക്കാൾ വലിയ നല്ല ഒരു കാര്യം നമുക്ക് സംസാരിക്കാനില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഹൃദയത്തിൽ എപ്പോഴും ഈശോ എന്ന ആ ഒരു നാമത്തിൻ്റെ പ്രതിധ്വനികൾ നിൽക്കാനും സാധിക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ അധരങ്ങൾ കൊണ്ട് ഈശോ ഈശോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനും സാധിച്ചാൽ അത് വലിയ ശക്തിയായി നമ്മൾ രൂപപ്പെടും. തിന്മയെ അകറ്റി നിർത്തി ജീവിക്കാൻ സാധിക്കും. മാത്രമല്ല, നമ്മുടെ ഹൃദയവും ആത്മാവും സ്വർഗ ഭാഗ്യത്തിന് അർഹമായി തീരുമെന്ന് കൂടി ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, എന്ന് പറയുന്നു. അങ്ങയുടെ തിരുനാമത്തിന്റെ അത്ഭുതകരമായ ശക്തി ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഞങ്ങൾ മറ്റുള്ള പല കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങളുടെ അധരങ്ങളെയും മനസ്സിനെയും അശുദ്ധമാക്കുന്നതിന് പകരം ഇനി മുതൽ അങ്ങയുടെ നാമത്തിന്റെ ഓർമ്മ എപ്പോഴും ഹൃദയത്തിൽ നിൽക്കാനും സാധിക്കുമ്പോഴൊക്കെ അങ്ങയുടെ നാമം ഉരുവിട്ടുകൊണ്ട് കൂടുതൽ ആത്മീയമായി ശക്തി പ്രാപിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ജീവിതത്തെയും വിശുദ്ധിയിലാക്കി വയ്ക്കുവാനും എപ്പോഴും ഞങ്ങളെ സഹായിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.